കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ രേണുസുതി പുതിയ ആൽബം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ രേണുസുതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കേരളം കത്തും എന്ന്. കാരണം കേരളം കത്തും എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയില്ലേ? ഈ ആൽബം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആ ആൽബം ഏറ്റെടുക്കും. കാരണം നെഗറ്റീവ് കമൻറ്റിനെ കൊണ്ട് നിറയും. അതാണ് ആൽബത്തിൻ്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞത്. സാധാരണ എല്ലാ സെലിബ്രിറ്റീസും, രേണുപ്പോൾ ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ ആഗ്രഹിക്കുന്നത് പോസിറ്റീവിലൂടെ അവർക്ക് സെലിബ്രിറ്റി ആവണമെന്ന്. പക്ഷേ രേണുയുടെ ആ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ നെഗറ്റീവ് കമൻറ്റിലൂടെ അവർക്ക് സെലിബ്രിറ്റി ആവണം എന്നാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആ ഒരു ആൽബം ഞാൻ കണ്ടിരുന്നു. സത്യം പറയണേ, അത് ക്യാമറ ട്രിക്കാണ്. പക്ഷേ ജനങ്ങളുടെ കണ്ണിലൂടെ അത് വേറൊരു ട്രിക്കിലൂടെ പോകും. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചത്. ദാസേട്ടനും രേണുവും തമ്മിലുള്ള ഒരു പാട്ട് സീനാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ അത് കണ്ടപ്പോൾ എന്താ പറയുക, ആരായാലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് ആ ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിൽ. പക്ഷേ രേണുവിൻ്റെ തൊഴിലാണ് അഭിനയം. ഇപ്പോൾ ഏത് രീതി, അതിലും വലിയ രീതിക്കൊക്കെ ഓരോരോ സിനിമാ നടിമാർ പിന്നെ സെലിബ്രിറ്റികളും വേണ്ടാത്തതിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത്രത്തോളം ഒന്നും രേണു എത്തിയിട്ടില്ല. രേണുവിൻ്റെ സംസാരത്തിൽ മാത്രമേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. പക്ഷേ രേണു കുറച്ചൊരു അഹങ്കാരം വെച്ചു എന്നൊരു സംശയമുണ്ട്. ഞാൻ ഒരുപാട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ സംസാരം ഒന്ന് ചുരുക്കാമായിരുന്നു. ഏതായാലും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി എന്നാൽ പിന്നെ അതുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ നാട്ടുകാർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടുകൊണ്ടും അവർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. രേണുവിന് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് അഭിനയം. ആ അഭിനയ രംഗത്തിലൂടെ രേണു മുന്നോട്ട് പോവുക. അവർക്കതാണ് നല്ലത് എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ ജനങ്ങൾ പറയുന്നതിനൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ടും തിരിച്ച് ഒരു പോസ്റ്റ് ഇട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടും കാര്യമില്ല. ഉണ്ടോ? അപ്പോൾ ഈ ഒരു ആൽബം കത്തും, കേരളം കത്തും, കേരളം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് രേണു പറയുന്നത്. സത്യത്തിൽ ആ ഒരു പിന്നെ ആൽബത്തിൻ്റെ ചെറുഭാഗം ഞാൻ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. കേരളം കത്തുക മാത്രമല്ല, ആളിക്കത്തും. അത്രയ്ക്കും ഭയാനകമായ സീനുകളൊക്കെയാണ് അതിലുള്ളത്. എന്തായാലും അതിൻ്റെ ക്രിയേഷൻ, അത് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തികൾക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. കാരണം നമുക്കെന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നവർ എങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും അഭിനയിക്കട്ടെ, അവർ ഹാപ്പിയായി പോട്ടെ. നെഗറ്റീവായിട്ട് ഞാനൊന്നും പറയുന്നില്ല. രേണുവിൻ്റെ ഇഷ്ട മേഖലയാണ് അഭിനയമെങ്കിൽ ആ രീതിക്ക് പോട്ടെ. ഇനോഗ്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രേണു ഇപ്പോൾ ഓരോ പടി മുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിപ്പോട്ടെ. അപ്പോൾ ഇനിയും എല്ലാവിധ ആശംസകളും.